ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന. 67-ാം ദിവസം. ദശാംശം ലേവ്യരുടെ അവകാശം. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 19ഉം 20ഉം അധ്യായങ്ങൾ, 99-ാം സങ്കീർത്തനങ്ങൾ എന്നിവ വായിക്കുന്നു. പുരോഹിതരുടെ ഓഹരിയും ലേവ്യരുടെ അവകാശവും സംബന്ധിച്ച കർത്താവിൻ്റെ നിർദ്ദേശങ്ങളാണ് സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് നാം വായിക്കുന്നത്. അഭയനഗരങ്ങളായി 3 പട്ടണങ്ങൾ വേർതിരിക്കണമെന്നുള്ള കർത്താവിൻ്റെ നിർദ്ദേശവും യുദ്ധത്തിന് പോകുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും നിയമാവർത്തന പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിക്കാം. ഭൗതിക സമ്പത്തിൻ്റെ സമ്പാദനത്തേക്കാൾ ദൈവസമ്പാദ്യത്തിലാണ് നാം തീഷ്ണത കാണിക്കേണ്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 18-ാം അധ്യായം. പുരോഹിതരും ലേവായരും. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, വിശുദ്ധ സ്ഥലത്തെ സംബന്ധിച്ച കുറ്റത്തിന് നീയും നിൻ്റെ പുത്രന്മാരും നിന്നോടൊപ്പം നിൻ്റെ പിതൃഭവനവും ഉത്തരവാദിയായിരിക്കും. നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ച കുറ്റം വഹിക്കേണ്ടതും നീയും നിന്നോടൊപ്പം നിൻ്റെ പുത്രന്മാരുമാണ്. നീയും നിന്നോടൊപ്പം നിൻ്റെ പുത്രന്മാരും സാക്ഷ്യകൂടാരത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നിന്നോട് ചേരുന്നതിനും നിന്നെ സഹായിക്കുന്നതിനും നിൻ്റെ സഹോദരന്മാരെ കൂടി, അതായത് നിൻ്റെ പിതൃഗോത്രമായ ലേവി ശാഖയെ നിന്നോടുകൂടി കൊണ്ടുവരണം. നിൻ്റെ ചുമതലയിലും കൂടാരം മുഴുവൻ്റെയും ആവശ്യകതയിലും അവർ ജാഗരൂകരായിരിക്കണം. അവരും നിങ്ങളും മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ സ്ഥലത്തെ ഉപകരണങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുതെന്ന് മാത്രം. അവർ നിന്നോട് ചേർന്ന് സമാഗമ കൂടാര ശുശ്രൂഷയും കൂടാര ജോലിയും മുഴുവനും നിർവഹിക്കണം. അന്യൻ നിങ്ങളെ സമീപിക്കരുത്. ഇസ്രായേലരുടെ മേൽ ഇനിയൊരു ക്രോധമുണ്ടാകാതിരിക്കാൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ ശുശ്രൂഷയും ബലിപീഠത്തിൻ്റെ ശുശ്രൂഷയും നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ, സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകപ്പെട്ട സമ്മാനമായി നിങ്ങളുടെ ലേവായ സഹോദരന്മാരെ ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ബലിപീഠത്തിൻ്റെ ഓരോ കാര്യം സംബന്ധിച്ചും തിരശ്ശീലയുടെ അകം സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ പുരോഹിത ശുശ്രൂഷ നീയും നിന്നോടൊപ്പം നിൻ്റെ പുത്രന്മാരും പാലിക്കുകയും അനുഷ്ഠിക്കുകയും വേണം. ഞാൻ നൽകുന്ന നിങ്ങളുടെ പൗരോഹിത്യം ദാനശുശ്രൂഷയാണ്. അതിനെ സമീപിക്കുന്ന അന്യൻ കൊല്ലപ്പെടണം. പുരോഹിതരുടെ ഓഹരി. കർത്താവ് അഹ്റോനോട് വചിച്ചു, ഇതാ, എൻ്റെ കാണിക്കകളുടെ മേൽനോട്ടം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഇസ്രായേലരുടെ എല്ലാ വിശുദ്ധ വസ്തുക്കൾക്കുമുള്ള ഓഹരിയായി ഞാൻ അവ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും ഒരു ശാശ്വത ചട്ടമായി നൽകിയിരിക്കുന്നു. അഗ്നിയിലെ അർപ്പണത്തിൽ നിന്നുള്ള അതിവിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഇത് നിനക്കുള്ളതായിരിക്കും. അവരുടെ ഓരോ ധാന്യയാഗത്തിൻ്റെയും ഓരോ പാപമുക്തിയാഗത്തിൻ്റെയും ഓരോ പ്രായശ്ചിത്തയാഗത്തിൻ്റേതുമായി അവർ എനിക്കായി അർപ്പിക്കുന്ന അവരുടെ ഓരോ കാണിക്കയും അത് നിനക്കും നിൻ്റെ പുത്രന്മാർക്കുമുള്ള അതിവിശുദ്ധ വസ്തുവായിരിക്കും. അതിവിശുദ്ധ വസ്തുവായി അത് നീ ഭക്ഷിക്കണം. പുരുഷന്മാർക്കെല്ലാം അത് ഭക്ഷിക്കാം. അത് നിനക്ക് വിശുദ്ധമാണ്. ഇതും നിനക്കുള്ളതായിരിക്കും. ഇസ്രായേല്യരുടെ എല്ലാ നിരാജനങ്ങൾക്കുമായുള്ള അവരുടെ സമ്മാന കാഴ്ച അവ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിൻ്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ തന്നിരിക്കുന്നു. നിൻ്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. എണ്ണയുടെ വിശിഷ്ടഭാഗവും പുതുവീഞ്ഞിൻ്റെയും ധാന്യത്തിൻ്റെയും വിശിഷ്ടഭാഗവും, അതായത് അവർ കർത്താവിന് തരുന്ന അവയുടെ ആദ്യഫലം ഞാൻ നിനക്ക് നൽകുന്നു. അവർ കർത്താവിന് കൊണ്ടുവരുന്ന
തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിൻ്റെയും ആദ്യഫലങ്ങൾ നിനക്കുള്ളതായിരിക്കും. നിന്റെ ഭവനത്തിൽ ശുദ്ധിയുള്ള ആർക്കും അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ സമർപ്പിത വസ്തുവായതൊക്കെയും നിനക്കുള്ളതായിരിക്കും. മനുഷ്യനിലാകട്ടെ മൃഗത്തിലാകട്ടെ എല്ലാ ശരീരികളുടെയും ഗർഭപാത്രം തുറക്കുന്നത് അവർ കർത്താവിന് സമർപ്പിക്കുന്നത് നിനക്കുള്ളതായിരിക്കും. മനുഷ്യൻ്റെ ആദ്യജാതനെ തീർച്ചയായും നീ വീണ്ടെടുക്കണമെന്ന് മാത്രം. മലിനമൃഗത്തിൻ്റെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. ഒരു മാസം പ്രായമാകുമ്പോൾ മുതലാണ് അതിൻ്റെ വീണ്ടെടുപ്പുണ്ടാകേണ്ടത്. നിന്റെ മതിപ്പ് വില അനുസരിച്ച് വിശുദ്ധ സ്ഥലത്തെ 20 ഗേരാ ഷെക്കൽ പ്രകാരം 5 ഷെക്കൽ വെള്ളിക്കായിരിക്കണം നീ വീണ്ടെടുക്കേണ്ടത്. എന്നാൽ കാളയുടെ കടിഞ്ഞൂലിനെയോ ചെമ്മരിയാടിൻ്റെ കടിഞ്ഞൂലിനെയോ കോലാടിൻ്റെ കടിഞ്ഞൂലിനെയോ നീ വീണ്ടെടുക്കേണ്ടതില്ല. അവ വിശുദ്ധിയുള്ളതാണ്. അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി ധൂപിക്കുകയും വേണം. അവയുടെ മാംസം നിരാജന നെഞ്ചുപോലെയും വലത്തെ കാൽക്കുറകു പോലെയും നിനക്കുള്ളതാണ്. ഇസ്രായേല്യർ കർത്താവിന് ഉയർത്തുന്ന വിശുദ്ധ വസ്തുക്കളുടെ കാണിക്കകളെല്ലാം നിനക്കും നിന്റെ പുത്രന്മാർക്കും നിന്നോടൊപ്പമുള്ള നിന്റെ പുത്രിമാർക്കും ശാശ്വത വിഹിതമായി ഞാൻ നൽകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും നിന്നോടൊപ്പം നിന്റെ സന്തതിക്കും ശാശ്വതമായ ഉപ്പിൻ്റെ ഉടമ്പടിയായിരിക്കും ഇത്. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, അവരുടെ നാട്ടിൽ നീ അവകാശിയാവുകയില്ല. അവരുടെ ഇടയിൽ നിനക്ക് ഓഹരിയും ഉണ്ടാവുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്റെ ഓഹരിയും നിന്റെ അവകാശവും. ദശാംശം ലേവ്യരുടെ അവകാശം. സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി ലേവ്യർ നിർവഹിക്കുന്ന അവരുടെ ജോലിക്ക് പകരമായി ഇസ്രായേലിലെ ദശാംശം ഓരോന്നും അവർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു. പാപമേറ്റ് മരിക്കത്തക്ക വിധം ഇനിയും ഇസ്രായേല്യർ സമാഗമ കൂടാരത്തെ സമീപിക്കരുത്. നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ചട്ടമായി ലേവായൻ തന്നെ സമാഗമ കൂടാരത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കണം. തങ്ങളുടെ കുറ്റം അവർ വഹിക്കുകയും വേണം. ഇസ്രായേല്യരുടെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല. കർത്താവിന് കാണിക്കയായി ഇസ്രായേല്യർ ഉയർത്തുന്ന അവരുടെ ദശാംശം ലേവായർക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ഇടയിൽ അവർ അവകാശം സ്വന്തമാക്കുകയില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു, നീ ലേവായരോട് പ്രഖ്യാപിച്ച് അവരോട് പറയണം, ഇസ്രായേല്യരിൽ നിന്ന് നിങ്ങളുടെ അവകാശമായി ഞാൻ തരുന്ന ദശാംശം നിങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ ആ ദശാംശത്തിൽ നിന്ന് ഒരു ദശാംശം കർത്താവിന് കാണിക്കയായി സമർപ്പിക്കണം. നിങ്ങളുടെ കാണിക്ക മെതിക്കളത്തിൽ നിന്നുള്ള ധാന്യം പോലെയും ചക്കിൽ നിന്നുള്ള നിറവ് പോലെയും നിങ്ങൾക്കായി പരിഗണിക്കപ്പെടും. അങ്ങനെ ഇസ്രായേല്യരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന എല്ലാവിധ ദശാംശങ്ങളിൽ നിന്ന് നിങ്ങളും കർത്താവിൻ്റെ കാണിക്ക സമർപ്പിക്കണം. പുരോഹിതനായ അഹ്റോന് അതിൽ നിന്ന് കർത്താവിൻ്റെ കാണിക്ക നിങ്ങൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ ഓരോന്നിലും നിന്ന് അതിൻ്റെ ഉത്തമമായ എല്ലാറ്റിൽ നിന്ന് അതിൻ്റെ വിശുദ്ധ വസ്തു നിങ്ങൾ കർത്താവിനുള്ള കാണിക്കയായി സമർപ്പിക്കണം. അതിൽ നിന്നുള്ള ഉത്തമ ഭാഗം നിങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളത് ലേവായർക്കായി മെതിക്കളത്തിൽ നിന്നുള്ള ഉൽപ്പന്നം പോലെയും ചക്കിൽ നിന്നുള്ള ഉൽപ്പന്നം പോലെയും പരിഗണിക്കപ്പെടും എന്ന് നീ അവരോട് പറയണം. അത് സമാഗമ കൂടാരത്തിൽ നിങ്ങളുടെ ജോലിക്ക് പ്രതിഫലമായ വേതനം തന്നെയാകിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഏത് സ്ഥലത്ത് വെച്ചും അത് ഭക്ഷിക്കാം. അതിൽ നിന്ന് ഉത്തമ ഭാഗം നിങ്ങൾ സമർപ്പിച്ചിരിക്കിയാൽ അതിനെ പ്രതി നിങ്ങൾ പാപമേൽക്കേണ്ടി വരില്ല. ഇസ്രായേല്യരുടെ വിശുദ്ധ വസ്തുക്കൾ നിങ്ങൾ ദുഷിപ്പിച്ചിട്ടില്ലാത്തതിനാൽ നിങ്ങൾ മരിക്കുകയില്ല. നിയമാവർത്തന പുസ്തകം 19-ാം അധ്യായം. ജോർദാൻ അക്കരെയുള്ള അഭയനഗരങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ജനതകളെ നശിപ്പിക്കുകയും അവരുടെ ഭൂമിയാണല്ലോ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകാൻ പോകുന്നത്. അവരെ നീ നിഷ്കാസനം ചെയ്യുകയും അവരുടെ പട്ടണങ്ങളിലും ഭവനങ്ങളിലും നീ താമസമാക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കാൻ തരുന്ന നിന്റെ ദേശത്ത് നിനക്കായി 3 പട്ടണങ്ങൾ നീ വേർതിരിക്കണം. ഏത് കൊലപാതകിക്കും അവിടേക്ക് പലായനം ചെയ്യാൻ ഇടയാക്കത്തക്ക വിധം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമാക്കാൻ ഇടവരുത്തുന്ന നിന്റെ ഭൂപ്രദേശം നീ 3ആയി വിഭജിച്ച് നിനക്കായി വഴി തയ്യാറാക്കണം. തൻ്റെ അയൽക്കാരനെ മനഃപൂർവ്വമല്ലാതെ പ്രഹരിക്കുകയും അവനോട് പൂർവ്വ വിദ്വേഷം ഇല്ലാതിരിക്കുകയും
അവിടേക്ക് പലായനം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന കൊലപാതകിയെ സംബന്ധിക്കുന്ന വ്യവസ്ഥ ഇതാണ്. തൻ്റെ അയൽക്കാരൻ്റെ കൂടെ മരങ്ങൾ മുറിക്കാൻ ഒരുവൻ വനത്തിൽ പോവുകയും മരം മുറിക്കാനായി കോടാലി കൊണ്ട് തൻ്റെ കൈ ആയുകയും കോടാലി തടിയിൽ നിന്ന് തെറിച്ച് തൻ്റെ അയൽക്കാരൻ്റെ മേൽ പതിക്കുകയും തന്മൂലം അവൻ മരിക്കുകയും ചെയ്താൽ ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് അവൻ പലായനം ചെയ്തു ജീവിക്കട്ടെ. അവന് അയാളോട് പൂർവ്വവിദ്വേഷം ഇല്ലാതിരുന്നതിനാൽ അവന് മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതിരിക്കെ പ്രതികാരിയുടെ ഹൃദയം കോപാക്രാന്തമാകിയാൽ കൊലപാതകിയെ പിന്തുടരാതിരിക്കാനും വഴി ഏറെയായതുകൊണ്ട് അവനെ മറികടന്ന് ജീവൻ ഹനിക്കാതിരിക്കാനുമാണിത്. അതിനാലാണ് 3 പട്ടണങ്ങൾ നീ നിനക്കായി വേർതിരിക്കണം എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് നിന്റെ അതിർത്തി വലുതാക്കുകയും നിന്റെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് അവിടുന്ന് പറഞ്ഞ ദേശം മുഴുവനും നിനക്ക് നൽകുകയും എക്കാലവും നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും അവിടുത്തെ വഴികളിൽ ചരിക്കാനും ഞാൻ ഇന്ന് നിന്നെ അനുശാസിക്കുന്ന ഈ കൽപ്പന ഓരോന്നും നിവർത്തിക്കാൻ നീ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇനിയും 3 പട്ടണങ്ങൾ ആ 3നോട് നീ ചേർക്കും. അങ്ങനെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന നിന്റെ ദേശത്ത് നിഷ്കളങ്ക രക്തം ചിന്തപ്പെടാതെയും നിന്റെ മേൽ രക്തക്കുറ്റം ഉണ്ടാകാതെയും ഇരിക്കും. ഒരാൾ തൻ്റെ അയൽക്കാരനെ വെറുത്ത് അവനു വേണ്ടി പതിയിരിക്കുകയും അവനെതിരെ ഉണർന്ന് അവനെ മാരകമായി പ്രഹരിക്കുകയും അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. അയാൾ ആ പട്ടണങ്ങളിലൊന്നിലേക്ക് പലായനം ചെയ്താൽ അയാളുടെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ ആളയച്ച് അയാളെ അവിടെ നിന്ന് പിടിച്ച് രക്തപ്രതികാരിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ അയാൾ മരിക്കണം. നിന്റെ കണ്ണ് അവനോട് ദയ കാട്ടരുത്. ഇസ്രായേലിൽ നിന്ന് നിഷ്കളങ്ക രക്തത്തെ പ്രതിയുള്ള കുറ്റം നീ നിർമ്മാർജ്ജനം ചെയ്യണം. അപ്പോൾ നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ദൈവമായ കർത്താവ് അവകാശമാക്കാൻ നിനക്ക് നൽകുന്ന ദേശത്ത് നീ സ്വന്തമാക്കുന്ന നിന്റെ അവകാശത്തിൽ പൂർവികർ വേർതിരിച്ചിട്ടുള്ള നിന്റെ അയൽക്കാരൻ്റെ അതിർത്തി നീ മാറ്റരുത്. സാക്ഷികൾ. ഒരു വ്യക്തിക്കെതിരെ അയാളുടെ ഏതെങ്കിലും കുറ്റത്തിനും തെറ്റിനും, അതായത് അയാൾ ചെയ്ത ഏതെങ്കിലും പാപത്തിന് എതിരെ ഏകസാക്ഷ്യം നിലനിൽക്കുകയില്ല. 2 സാക്ഷികളുടെ മൊഴി അനുസരിച്ചോ 3 സാക്ഷികളുടെ മൊഴി അനുസരിച്ചോ ആണ് ഒരു കാര്യം നിലനിൽക്കുന്നത്. ഒരു കള്ളസാക്ഷി ഒരാൾക്കെതിരെ അപഭ്രംശം ആരോപിക്കാൻ എഴുന്നേറ്റാൽ തമ്മിൽ വ്യവഹാരമുള്ള ആ 2 ആളുകളും അക്കാലത്തെ പുരോഹിതന്മാരുടെയും ന്യായാധിപന്മാരുടെയും മുമ്പിൽ കർത്തൃസന്നിധിയിൽ നിൽക്കണം. ന്യായാധിപന്മാർ സൂക്ഷ്മമായി അന്വേഷിക്കുമ്പോൾ ഇതാ സാക്ഷി വ്യാജസാക്ഷി തന്നെ, അവൻ തൻ്റെ സഹോദരനെതിരായി വ്യാജം ആരോപിച്ചിരിക്കുന്നു. അപ്പോൾ തൻ്റെ സഹോദരനോട് ചെയ്യാൻ അവൻ പദ്ധതിയിട്ടതുപോലെ തന്നെ അവനോട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. ബാക്കിയുള്ളവർ അത് കേട്ട് ഭയപ്പെടണം. മേലിൽ ഇതുപോലൊരു ദുഷ്കാര്യം നിന്റെ ഇടയിൽ പ്രവർത്തിക്കാൻ അവർ തുനിയാതിരിക്കട്ടെ. നിന്റെ കണ്ണ് അവനോട് ദയ കാട്ടരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്. നിയമാവർത്തന പുസ്തകം 20-ാം അധ്യായം. ധീരമായി യുദ്ധം ചെയ്യുക. നിന്റെ ശത്രുക്കൾക്കെതിരെ നീ യുദ്ധത്തിന് പോകുകയും കുതിരയെയും രഥത്തെയും നിന്നേക്കാളധികം ആളുകളെയും നീ കാണുകയും ചെയ്യുമ്പോൾ നീ അവരെ ഭയപ്പെടേണ്ട. കാരണം ഈജിപ്തിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടിയുണ്ട്. നിങ്ങൾ യുദ്ധത്തോടടുക്കുമ്പോൾ പുരോഹിതൻ അടുത്തു വന്ന് ജനത്തോട് സംസാരിക്കണം. അവൻ അവരോട് പറയണം, ഇസ്രായേലെ കേൾക്കുക, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോവുകയാണ്. അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ദുർബലമാകരുത്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ആശങ്കപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൂടെ നടക്കുന്നവനാണ്. പ്രമാണികൾ ജനത്തോട് ഇപ്രകാരം സംസാരിക്കണം. ഒരു പുതിയ വീട് പണിതിട്ട് അത് പ്രതിഷ്ഠിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അത് പ്രതിഷ്ഠിക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലമെടുക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ മരിച്ച് വേറൊരാൾ അതിൻ്റെ ഫലമെടുക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്തിട്ട് സ്ത്രീയെ സ്വീകരിക്കാത്തയാൾ ആരാണ്? താൻ യുദ്ധത്തിൽ വെച്ച് മരിച്ച് വേറൊരാൾ അവളെ സ്വന്തമാക്കാതിരിക്കാൻ അവൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ജനത്തോട് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥൻ തുടരണം. അവർ പറയണം, ഭീരുവും ലോലഹൃദയനുമായ ആളാരാണ്? അവൻ തൻ്റെ ഹൃദയം പോലെ
തൻ്റെ കൂട്ടാളിയുടെ ഹൃദയവും ദുർബലമാക്കാതിരിക്കാൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. പ്രമാണികൾ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ ന്യായാധിപന്മാരെ ജനത്തിൻ്റെ തലപ്പത്ത് നിയമിക്കണം. നീ യുദ്ധത്തിന് ഒരു പട്ടണത്തോടടുക്കുമ്പോൾ അതിനോട് സമാധാനം പ്രഖ്യാപിക്കണം. അത് നിന്നോട് സമാധാനം പ്രത്യുത്തരിക്കുകയും നിനക്ക് കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുന്നെങ്കിൽ അതിൽ കാണപ്പെടുന്ന ആളുകളെല്ലാം നിനക്ക് നിർബന്ധിത വേലയ്ക്ക് ഉള്ളവരായി തീരുകയും അവർ നിന്നെ സേവിക്കുകയും ചെയ്യും. എന്നാൽ നീയുമായി സമാധാനം സ്ഥാപിക്കാതെ അത് നിന്നോട് യുദ്ധം ചെയ്താൽ നീ അതിനുമേൽ ഉപരോധം ഏർപ്പെടുത്തണം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ പുരുഷപ്രജകളെയെല്ലാം വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കണം. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും പട്ടണത്തിലുള്ള എല്ലാറ്റിനെയും അതിൻ്റെ മുതലെല്ലാം നിനക്കായി കൊള്ളയടിക്കുക. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ശത്രുക്കളുടെ കൊള്ള മുതൽ നീ അനുഭവിച്ചു കൊള്ളുക. ഈ ജനതകളുടെ അല്ലാത്ത നിന്നിൽ നിന്ന് വളരെ അകലെയുള്ള മറ്റെല്ലാ പട്ടണങ്ങളോടും നീ ഇപ്രകാരം ചെയ്യണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരാൻ പോകുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ശ്വാസമുള്ളതൊന്നിനെയും നീ ജീവിക്കാൻ അനുവദിക്കരുതെന്ന് മാത്രം. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരെ നീ നിശേഷം നശിപ്പിക്കണം. അവർ തങ്ങളുടെ ദേവന്മാർക്ക് അനുഷ്ഠിക്കുന്ന എല്ലാ മ്ലേച്ഛതകളും പ്രകാരം അവർ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും വേണ്ടിയാണിത്. ഒരു പട്ടണത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ വളരെ കാലം നീ അതിനെ ഉപരോധിക്കേണ്ടി വന്നാൽ കോടാലി ആഞ്ഞ് അതിലെ മരം നീ നശിപ്പിക്കരുത്. നിനക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമെന്നതിനാൽ നീ അത് വെട്ടിക്കളയരുത്. നിന്റെ ഉപരോധത്തിലേക്ക് വരാൻ വയലിലെ വൃക്ഷം മനുഷ്യനാണോ? ഭക്ഷണത്തിനുതകുന്ന മരമല്ലെന്ന് നിനക്കറിയാവുന്ന മരം മാത്രം നശിപ്പിക്കുകയോ മുറിക്കുകയോ ചെയ്യാം. നീയുമായി യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴടങ്ങും വരെ അതിനെതിരായി നീ ഉപരോധം തീർക്കണം. സങ്കീർത്തനം 99. കർത്താവ് പരമപരിശുദ്ധൻ. കർത്താവ് വാഴുന്നു, ജനങ്ങൾ വിറകൊള്ളട്ടെ. അവിടുന്ന് കെരൂബുകളെ ഇരിപ്പിടമാക്കിയവനാണ്, ഭൂമി കുലുങ്ങട്ടെ. കർത്താവ് സിയോനിൽ വലിയവനാണ്, സകല ജനതകളുടെയും മേൽ ഉന്നതനാണ്. അവിടുത്തെ നാമം അവർ ഏറ്റുപറയട്ടെ. വലിയവനും ഭീതിതനുമായ അവിടുന്ന് പരിശുദ്ധനാണ്. ന്യായത്തെ സ്നേഹിക്കുന്നതാണ് രാജാവിൻ്റെ ബലം. പരമാർത്ഥത ഉറപ്പാക്കിയത് അങ്ങാണ്. യാക്കോബിൽ ന്യായവും നീതിയും പ്രവർത്തിച്ചത് അങ്ങാണ്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, തൃപ്പാദപീഠത്തിങ്കൽ പ്രണമിക്കുവിൻ. അവിടുന്ന് പരിശുദ്ധനാണ്. അവിടുത്തെ പുരോഹിതന്മാർക്കിടയിൽ മോശയും അഹ്റോനുമുണ്ട്. തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കിടയിൽ സാമുവേലും. കർത്താവിൻ്റെ പക്കൽ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ഉത്തരമരുളി. മേഘസ്തംഭത്തിൽ അവിടുന്ന് അവരോട് സംസാരിച്ചു. അവർ അവിടുത്തെ സാക്ഷ്യങ്ങൾ കാത്തുസൂക്ഷിച്ചു. അവിടുന്നാണ് അവർക്ക് ചട്ടം നൽകിയത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് അവർക്ക് ഉത്തരമരുളി. അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു, അവരുടെ ചെയ്തികളെ പ്രതി ശിക്ഷ നൽകുന്നവന്. നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുവിൻ, അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിന് നേരെ കുമ്പിടുവിൻ. എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്.